Assalamualaikum. Welcome back to my channel. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പാനിഷ് ഐറ്റമായ ചുറോസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയിലും സ്പെയിനിലൊക്കെ വളരെ പോപ്പുലറായ ഒരു സ്നാക്കാണിത്. ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെയാണ് പൊതുവെ കഴിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ന്യൂട്ടെല്ല സോസാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ 1 കപ്പ്, ബട്ടർ 1 ടേബിൾ സ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, പിന്നെ മൈദ 3/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ 2 മുട്ട. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഒരു പാനിൽ 1 കപ്പ് പാലൊഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബോയിലായി വന്നാൽ അതിലേക്ക് 3/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്പാച്ചുല അല്ലെങ്കിൽ വുഡൻ സ്പൂൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മിക്സായി വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഫസ്റ്റ് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവാൻ, പിന്നെ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഡവ് ആയിക്കോളും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൊണ്ടും ചെയ്യാം, പാലിന് പകരം. അപ്പോൾ വെള്ളം എടുക്കുമ്പം കുറച്ചും കൂടി ക്രിസ്പി ആവും. പാൽ യൂസ് ചെയ്യുമ്പം കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും, പിന്നെ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി ഇത് ഹാൻഡ് മിക്സറിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു എഗ്ഗ് ആഡ് ചെയ്യാം. ഫസ്റ്റത്തെ എഗ്ഗ് നന്നായിട്ട് മിക്സായിട്ട് രണ്ടാമത്തത് ആഡ് ചെയ്യണ്ടുള്ളൂ. ഇനി നിങ്ങളടുത്ത് ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എഗ്ഗ് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് ഹാഫ് ആയിട്ട് ഡവിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എഗ്ഗും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് മിക്സായിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആവും, അതുവരെ ബീറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സിനമൺ ഷുഗർ റെഡിയാക്കാം. അതിനായി കുറച്ച് സിനമൺ പിന്നെ കുറച്ച് ഷുഗറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മെഷർമെൻറ്റ്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. സിനമൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇനി ഷുഗർ മാത്രം സ്പ്രിങ്കിൾ ചെയ്താലും മതി. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നോസിലിൻ്റെ സൈസ് 8B ആണ്, പിന്നെ സ്റ്റാർ ഷേപ്പും. അപ്പോൾ ഇതാണ് ചുറോസിൻ്റെ ശരിയായ സൈസും ഷേപ്പും. ഇത് രണ്ടും നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള നോസിലെടുക്കാം. ഇനി ഇത് ഓരോന്നായി ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പം ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്കും ചെയ്യാം, പക്ഷെ എനിക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ പാടന്നെ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിനമൺ ഷുഗറിൽ വെച്ചൊന്ന് റോൾ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീറ്റ് കൊണ്ടും ചെയ്യാം, കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം കുറച്ചും കൂടി ഹെൽത്തി ആവുമ്പല്ലേ നല്ലത്. പിന്നെ അത്ര വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ന്യൂട്ടെല്ല സോസ് ആക്കിയത് ഒരു ബൗളിൽ ചൂടുവെള്ളം എടുത്തിട്ട് ഈ കപ്പ് അതിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.